ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. നമ്മളെ മറ്റൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമുക്കൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ പോകണം കേട്ടോ. അപ്പൊ നമ്മളെ വീഡിയോ ആദ്യമായി കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്തോളിട്ടാ. അപ്പൊ നേരെ വീഡിയോ പോവാം. നമുക്ക് അതിലേക്ക് ഒരു 5 മാങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ തൈരുണ്ട്, ശർക്കര, തേങ്ങ, പിന്നെ ഒരു ചെറിയ നെയ്യും കുപ്പി ഇട്ടോ. അപ്പൊ നമ്മൾ ചട്ടി എടുത്തിട്ടുണ്ട്, മൺചട്ടിയാണ്. ഒന്ന് കഴുകണം. ഇതുപോലെ നന്നാക്കി കഴുകുക. നമ്മൾ ചോറ് ചെയ്യുന്നു അല്ലേ? ഇത് കഴുകിയിട്ട് നമ്മൾ ചോറ് ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെ നമ്മൾ ചോറ് ചെയ്തിട്ടാണ് നമ്മൾ തുടങ്ങുന്നത് കേട്ടോ. ഇങ്ങനെ മാങ്ങ കുഴപ്പമില്ല, മാങ്ങ പൂക്കണമില്ല. അപ്പോൾ പൗത്ത മാങ്ങ ഉണ്ടാകും പുളിശ്ശേരി. അപ്പം നമ്മൾ മാമ്പഴം കേകി പൊരിച്ച് ചട്ടിയിട്ട് നമ്മൾ ഈ അടുപ്പത്ത് വെച്ചിട്ടാണ്. നമുക്ക് ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം വേണം. ഞാൻ അടുത്ത എന്തമ്മോ ഈ തിളക്കണ്ടല്ലോ, അല്പം മഞ്ഞപ്പൊടി ഇട്ടോ. ഇതൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. മിനിറ്റ് മൂടി വെക്കണം. അപ്പൊ നമുക്ക് ഈ ശർക്കര ഒന്ന് ഉരുക്കിയിട്ട് അതിലേക്ക് പാരണം. ഇതില്ല കേൾക്കണ്ട, ശർക്കര ഒന്ന് കേൾക്കണേ നല്ല കേട്ടോ. നമ്മള് മറ്റെടുപ്പത്തും വെച്ചിട്ടുണ്ട്. ഇതൊന്ന് തിളച്ചിട്ടാവല്ലേ, ഉരുകണല്ലേ? അപ്പൊ നന്നായിട്ട് ഉരുക്കണം കേട്ടോ. നമുക്ക് അത് വേകുമ്പോഴത്തേനും എന്ത് ചെയ്യണം, ഈ തേങ്ങ ഒന്ന് ചെറുതായിട്ട് അരക്കണം. സോറി, നല്ല അരക്കണം കേട്ടോ. ഇതല്ല ടേസ്റ്റ് ഉണ്ടാവൂലേ? നമ്മൾ കഴിഞ്ഞാൽ ഉണ്ടാക്കി അടിപൊളിയായില്ലേ? ഇത് അരക്കുമ്പോൾ നമ്മളൊക്കെ അതിലേക്ക് യൂസ് ചെയ്യുന്നത് കുറച്ച് നല്ല ജീരകം കേട്ടോ, അതായത് ചെറിയ ജീരകം, ലേശം മഞ്ഞപ്പൊടി ഇട്ടോ. വെള്ളം പറഞ്ഞ അരക്കുമ്പോൾ തൈര്. അടുത്തത് നമ്മളെ തൈര്, അത് നാടൻ തൈര് അല്ലേ? കാണിച്ച തൈര്, നാടൻ തൈര്. വാ കൊടുക്ക്, ചെറിയ ഓട്ടേക്കാ. ഇത് എല്ലാവരും തയ്യാറാക്കിക്കാൻ വേണ്ട അടിപൊളി ടേസ്റ്റ് ആക്കാൻ. നമ്മളൊരു വട്ടം ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടി നമ്മൾ വീഡിയോ എടുക്കുന്നുള്ളൂ. തൈര് ആവശ്യത്തിന് അല്ലേ? അതായത് ഒരു 1/2 ഗ്ലാസ്സിന് 3/4 ഗ്ലാസ്സിന് എടുത്തോളി. ഇത് രണ്ടും കൂടെ നമ്മൾ അരക്കാൻ വേണ്ടിട്ടാ. ശർക്കരയും തിളച്ച് നമ്മളെ മാമ്പഴം തിളച്ചിട്ടാ. എന്താ അതിൻ്റെ കളറല്ലേ? ഉപ്പ് ആവശ്യത്തിന് ഇട്ടാൻ വേണ്ടിട്ടാ. നമ്മളിത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മൾ എല്ലാ പാകവും ഒരുപോലെ വേവുള്ളൂ. എല്ലാം ഇതുപോലെ മറിച്ച് കൊടുക്കാം. നമുക്ക് ഒന്നുകൂടി മൂടി വെക്കാം. അപ്പോൾ നമ്മളെ ശർക്കര ആയിട്ടുണ്ട്. ഇനി അത് അതിലേക്ക് ഒഴിക്കുമ്പോൾ എന്ത് ചെയ്യണം, ഒരു ചെറിയ തരിപ്പ പിടിക്കണം. എല്ലാം ഉണ്ടാവും. ചിലപ്പോൾ അതിൽ ഇതൊക്കെ ഉണ്ടാവും, ആണി കുതിരൊക്കെ ഉണ്ടാവും. ഫ്രഷ് ചക്കരയാണ്, എന്നാലും തരിക്കണ നല്ലതാണ്. ആവശ്യത്തിന് ഒഴിച്ചാൽ മതി. മധുരം ഓവറുണ്ടാച്ചിട്ടാണ് അല്ലേ? മറ്റേ മധുരം ഓവർ ആവൂലേ? കുറച്ച് നെയ്യ് ഒഴിക്കണം. നെയ്യ് മിൽമ നെയ്യാ? മിൽമ നെയ്യ് എന്ത് ഒഴിക്കണം, ടേസ്റ്റ് കൂടണം. ഇനി ഇതെന്ത് ചെയ്യണം, ഒന്നുകൂടി നല്ലോണം ഇളക്കി കൊടുത്തിട്ട് ഒന്നുകൂടി മൂടി വെക്കുക. എന്താണ് തിളച്ച് നല്ല സെറ്റാണ് അല്ലേ? ഒന്ന് പറയേ, സെറ്റാണോ? അപ്പോളേ നമ്മളിങ്ങനെ കാത്ത് നിൽക്കാണ്. അപ്പോൾ നന്നായി വെട്ടി തിളക്കണം. നമ്മൾ പറഞ്ഞ എല്ലാം വെട്ടി തിളക്കണം. ഏതായാലും പൗട്ടാണ് അവൻ നിൽക്കണേ. സംഭവം ഇത് സെറ്റാണ്. ഇത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. ഇതിന് ചോറ്റിയാണ് കൂട്ടാനില്ല, എന്താ പറയാൻ കിട്ടില്ല. 4 പന വെള്ളം വന്നു ചേട്ടാ. അപ്പൊ ഈ കാണുന്ന മുളകും വേപ്പിൻ്റെ ഇലയെ അത് അതിക്ക് വറവിടാനുള്ള കേട്ടാ. നമ്മളെ മാമ്പഴ പുളിശ്ശേരി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ മാമ്പഴൊക്കെ നല്ല വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് തേങ്ങ പരം പോകണം, അരച്ച തേങ്ങ ചേട്ടണം. ഇപ്പം തേങ്ങ കൊടുത്താണല്ലേ?
ഇതുപോലെ ഇളക്കി കൊടുക്കാം. അപ്പം നമ്മളെ മാമ്പഴത്തിൻ്റെ ശരിയില്ലേ ഈ നിമിഷങ്ങൾ മാത്രം ഇട്ട് ഇറക്കി വെക്കാൻ നമുക്ക് വറവിടാനും കൂടി ഉള്ളൂ. തേങ്ങ അരച്ച് പാർന്ന് നമ്മൾ ലേശം കൂടെ ചുവറ്റാണ്ട് മിക്സി. അപ്പോൾ അതും കഴിഞ്ഞ് നമുക്ക് വറവിടണം അല്ലേ? നീ തിളക്കേണ്ടി വരും. ഒന്ന് തുള്ളണ്ടേ? അപ്പോൾ ഒന്നാണ് തുള്ളിക്കോട്ടെട്ടാ. സാമ്പിൾ വേണ്ട എന്താ പാടുന്നത്? ടേസ്റ്റ് ചെയ്യണം നമുക്ക് അല്ലേ? അടിപൊളിട്ടാ. ടേസ്റ്റ് ചീരത്തിലെ കുത്ത അടിപൊളി. ഇത് ഒന്നാണ്ട് തുള്ളിയാൻ വേണ്ടിട്ടാ. ഓവറാകരുത്. ഓവറായാൽ തേങ്ങ പീരിട്ടും. അപ്പം നമ്മളത് വാങ്ങി വെക്കാൻ പോവുകയാണ്. അടുത്തതാണ് ഇനി നമുക്ക് വറവിടൽ. നമ്മൾ ചെറിയ പാനിൽ വെക്കണം. ഗ്യാസ് പോകുമ്പോൾ വെക്ക്. ഗ്യാസിന് വില എടുക്കാറില്ലേ? ഇതാണ് ചട്ടി. നമ്മൾക്ക് നെയ്യ് ഒഴിക്കണം അല്ലേ? ചട്ടി ചൂടായി അല്പം നെയ്യ് ഒഴിച്ച് അടുത്ത ചൂടാകുമ്പോൾ നമ്മളെ കടുകിടാം. പിന്നെ കടുക് പൊട്ടി എന്താ കാട്ടണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ? പിന്നെ മുളകില് കറിവേപ്പില ഒക്കെ ഉണ്ട്. 2 മണി ഉരുവിടാൻ മറക്കണ്ട കേട്ടാ. മുളക് വേണ്ട ചോദിൻ്റെ വേപ്പില ഇടാമോ? ഒരു മണം. അപ്പം അതുമായി കറക്റ്റ്. അപ്പോൾ കറി റെഡിയായില്ലേ? നമ്മളെ കറി റെഡിയായി. ഞമ്മക്കൊന്ന് ഇത് കഴിച്ച് നോക്കണം എങ്ങനെയുണ്ട്. അപ്പം ഇതാണ് നമ്മൾ മൂത്താത്താൻ്റെ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളത് കഴിക്കാൻ പോകട്ടാ. ഇതാണ് ആ സാധനം. അപ്പോൾ ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ലേശം ചോറെടുക്കുക. പിന്നെ നമ്മളെ മാമ്പഴ പുളിശ്ശേരി. എന്താലേ കഴിച്ചോ? ഇങ്ങനെ ഇളക്കിക്കളാം. ഒന്ന് കഴിച്ചിട്ട് ബാക്കി തീരുമാനിച്ചാ. സാധനം കഴിച്ചോ? ഇനി നമ്മളത് കഴിച്ച് നോക്കല. അപ്പം ഇതാണ് നമ്മളെ മാമ്പഴ പുളിശ്ശേരി. ഇങ്ങനെ കഴിച്ച് നോക്കട്ടാ. അടിപൊളിയാണ്. നല്ല ചൂടുണ്ട്. എന്നാലും വേണ്ട. നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളി. ഇതാണ് ഏറ്റവും ബെസ്റ്റ് സാധനം കേട്ടാ. അടിപൊളി. ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിട്ടാ. നമുക്കിത് വേറെ കൂട്ടാനും വേണ്ട. ഇത് മാത്രം മതി. സൂപ്പർ. നമ്മൾ എടുത്തിട്ടുള്ളൂ. അടുത്ത വീഡിയോ വീണ്ടും ടാറ്റാ.